കുടിച്ചോ. ദാ ബാക്കി പൈസ തരാല്ലേ. ദാ ഒന്ന് നിക്കേ. ഓറഞ്ച് വാങ്ങിട്ട് പോ. ചേട്ടാ 1 കിലോ ഓറഞ്ച്. 1 കിലോ വാങ്ങി ചേച്ചി. ഇത് ഇന്നത്തേക്കാ, നാളത്തേക്കുള്ളത് നാളെ വാങ്ങാം. ഇപ്പൊ തന്നെ ലേറ്റായി. നിങ്ങളുടെ കൂടെ വന്നാൽ എന്റെ ബസ് പോവും. ഞാൻ പൊക്കോട്ടെ. ചേച്ചി ജോൽസിനെ പോയിക്കോട്ടേന്ന്. നീ നടന്നോ, ബസ് മിസ്സാക്കണ്ട, ഞങ്ങൾ വന്നോളാം. വാ. ഓട്ടോ വാ, കേറ്. അപ്പൊ നാളെ കാണാം. ശരി ചേട്ടാ ഹോസ്റ്റല്. ശരി. വീണ് എവിടെയാ ജോലി ചെയ്യുന്നത്? ഇവിടെ അടുത്തൊരു IT കമ്പനിയിലാണ് സർ. എത്ര കാലമായിട്ട് ഇവിടെയുണ്ട്? 3 മാസേ ആയിട്ടുള്ളൂ. മീരയും പൂജയും വീണായിട്ട് എങ്ങനെ, നല്ല അടുപ്പത്തില? അല്ല സർ, എടുത്തു പറയത്തക്ക ബന്ധമില്ല. എന്നാ ഒരേ ഹോസ്റ്റലിൽ താമസിക്കുന്നതിന്റെ അടുപ്പമുണ്ട്. അപ്പോ മീരയും പൂജയും തമ്മിലോ? സർ, പൂജയ്ക്ക് മീര ഒരു അനിയത്തെ പോലെ ആയിരുന്നു. അവരുടെ ബന്ധം കണ്ട അതറിയാം. മീരയ്ക്കും അങ്ങനെ തന്നെ ആയിരിക്കണം. ശരി. എങ്കിലും ഈ അടുത്ത ദിവസങ്ങൾ അവർ തമ്മിൽ പ്രശ്നങ്ങളോ പിണക്കങ്ങളോ? ഇല്ല സർ, ഞാൻ കണ്ടിട്ടില്ല. സാധാരണ ഏത് സമയത്താണ് മീരയും പൂജയും ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിലെത്താറുള്ളത്? അങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല സർ. എങ്കിലും ഈവനിങ് ഒരു 5:30 ആവുമ്പോ എത്തും. ലേറ്റായിട്ട് വരാറുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ ഓർക്കുന്നില്ല സർ. ഓക്കെ, താങ്ക് യു. രാഖി ഇന്നലെ എപ്പോഴാ ഹോസ്റ്റലിലെത്തിയത്? 6 മണിക്ക് മുമ്പ് എത്തി സർ. രാഖിയും കാണാതായ മീരയും തമ്മിൽ എങ്ങനെയായിരുന്നു? നല്ല സുഹൃത്തുക്കളായിരുന്നു. ഞാൻ നേരത്തെ വീണയോട് സംസാരിച്ചപ്പോ വീണ പറഞ്ഞത് മിക്കപ്പോഴും പൂജയും മീരയും തമ്മിൽ വഴക്കായിരുന്നു എന്നാ. എന്തിനെ ചൊല്ലിയായിരുന്നു അവർ തമ്മിലുള്ള വഴക്ക്? അങ്ങനെ എപ്പോഴും വഴക്കൂടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല സർ. ഒരു തവണ റൂമിനടുത്തൂടി പോകുമ്പോൾ ആ രീതിയിൽ എന്തൊക്കെയോ സംസാരം കേട്ടിരുന്നു. എന്താണ് രാഖി കേട്ടത്? എന്തിനെ പറ്റിയായിരുന്നു അവരെ വഴക്ക്? ഞാൻ വേറെ മുറിയിലേക്ക് മാറിക്കോളാം, നിങ്ങളുടെ കൂടെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്ന കേട്ടു സർ.